സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് അടിക്കണം. ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ നമ്മൾ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് 2 ലേഹ്യം ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിലത്തെ 3ാമത്തെ പാർട്ടാണ്. ഇത് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളൊരു ലേഹ്യമാണ്. ഇത് അധികം അങ്ങനെ കണ്ടുവരാൻ ചാൻസ് ഇല്ല, കാരണം ഇത് ഇപ്പോൾ അടുത്തൊക്കെ ആയിട്ട് വന്നൊരു ലേഹ്യമാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലേഹ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ലേഹ്യം എങ്ങനെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ് വേണ്ടത്. 3 തേങ്ങ ചിരവിയതാണ് ഇത്. ഇതിൻ്റെ തേങ്ങാപ്പാൽ നമ്മൾ എടുക്കണം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നട്ട്സ് ഐറ്റംസ് ആണ്. അതിൽ ഒന്ന് കടലയാണ്. കടല വറുത്തത് ഒരു 250 ഗ്രാം വേണം. പിന്നെ വേണ്ടത് കശുവണ്ടി, അതുപോലെ തന്നെ 250 ഗ്രാം തന്നെയാണ് കശുവണ്ടിയുടെ അളവും. പിന്നെ ബദാം 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പിസ്തയാണ്, 100 ഗ്രാം പിസ്ത. പിന്നെ എല്ലാം കൂടെ പൊടിച്ചതാണിത്. അപ്പോൾ നട്ട്സ് മാത്രമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇനി വേണ്ടത് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സിൽ ആപ്പിൾ ഒരു 6 ആപ്പിൾ, അത് തൊലി കളഞ്ഞത് തന്നെ വേണം. പിന്നെ വേണ്ടത് ക്യാരറ്റും ഇതുപോലെ തന്നെ നമ്മൾ 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ വേണ്ടത് 1 കിലോ ഈത്തപ്പഴം. ഇത് നമ്മൾ എല്ലാ ലേഹ്യത്തിനും യൂസ് ചെയ്തത് തന്നെയാണ്. 1 കിലോ ഈത്തപ്പഴം കുരു കളഞ്ഞതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം 2 കിലോനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ആവശ്യമായി ശർക്കര. ഇവിടെ ഞാൻ 1/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാം ചെയ്ത പോലെ ആദ്യം നെയ്യാണ് ചേർക്കുക. അപ്പോൾ നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈത്തപ്പഴം മാത്രമാണ് ഇവിടെ വേവിച്ചെടുക്കുന്നത്. ബാക്കി ഫ്രൂട്ട്സൊക്കെ മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നമുക്കിവിടെ ഈത്തപ്പഴം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വേവിച്ച് നമുക്ക് തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇൻഗ്രീഡിയൻസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്പിളും ക്യാരറ്റും അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വളരെ കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ലേഹ്യം ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അധികം ആളില്ലെങ്കിൽ വളരെ കുറച്ച് ഉണ്ടാക്കിയാലും മതി. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മധുരം ഉണ്ടാവും. ഈത്തപ്പഴം മധുരമുള്ളതാണ്, ആപ്പിൾ മധുരമുള്ളതാണ്,
അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം മധുരമുള്ളതായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ശർക്കര ഉരുക്കിയത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച നട്ട്സിൻ്റെ പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തടിക്കാത്തവരാണെങ്കിൽ നന്നായിട്ട് തടിക്കും, അത് സൗന്ദര്യം വർദ്ധിപ്പിക്കും. കാരണം ഇതിൽ ചേർത്തിട്ടുള്ള ക്യാരറ്റ്, ആപ്പിൾ എല്ലാം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ ഈത്തപ്പഴം 1 കിലോനാണ് ചേർത്തിട്ടുള്ളത്. ഈത്തപ്പഴം രക്തമുണ്ടാവാൻ നല്ലതാണ്. തന്നെ അമ്മമാർക്ക് നന്നായിട്ട് പാലുണ്ടാകും. അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റും, ഏത് പ്രായക്കാർക്കും വേണമെങ്കിലും കഴിക്കാം. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾക്ക് വരെ കഴിക്കാൻ പറ്റിയ ലേഹ്യമാണ്. മറ്റു ലേഹ്യങ്ങളിലൊക്കെ നമ്മൾ മരുന്ന് ചേർക്കാറുണ്ട്, ഇതിൽ നമ്മൾ മരുന്നൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലേഹ്യം തന്നെയാണ്. ഈ ലേഹ്യം മറ്റു ലേഹ്യങ്ങളെ പോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കുറവാണ്. തേങ്ങാപ്പാലൊന്ന് വറ്റുന്നത് വരെ മാത്രമാണ് ഇതിന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ്. തേങ്ങാപ്പാൽ വറ്റിയതിന് ശേഷം ഇതൊന്ന് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ കയ്യിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ലേഹ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് അധിക ദിവസം എടുത്തു വെക്കാൻ പാടില്ല. ഇത് വളരെ പെട്ടെന്ന് കഴിച്ച് തീർക്കണം. ഇതിൽ പഴങ്ങൾ ചേർത്ത കാരണം ഇത് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇത് എടുത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഈ ലേഹ്യം അത്ര ടൈറ്റ് ആവണമെന്നില്ല, കുറച്ച് ലൂസ് പോലെ ആയി തോന്നും. ഇത് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോഴും ഇതിൻ്റെ ടൈറ്റ്നെസ് അത്ര തോന്നില്ല. കാരണം ഇതിലത്തെ ഇൻഗ്രീഡിയൻസിൽ നമ്മളധികം പഴം ചേർത്തത് കാരണം വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് ലൂസായി തോന്നും, അത് കുഴപ്പമില്ല. അങ്ങനെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ നമ്മുടെ ലേഹ്യം ഏകദേശമൊക്കെ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുത്ത് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് ഇറക്കി വെച്ചാൽ മതി. ഈ ലേഹ്യം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഹ്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞങ്ങളിടുന്ന ലേഹ്യം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു ലേഹ്യം ഉണ്ടാക്കിയതൊക്കെ കഴിച്ച് തീർന്നിട്ടുള്ള അടുത്ത ലേഹ്യം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മാത്രം കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാൻ മറക്കരുത്. അതിൽ നമ്മൾ പൂക്കുല ലേഹ്യം, ഉള്ളി ലേഹ്യം എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്കിനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ആ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ലേഹ്യം തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലേഹ്യമാണ്, വളരെ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ലേഹ്യമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു ലേഹ്യം തന്നെയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. Okay, bye. See you.